Again, ഹായ് ഹലോ നമസ്കാരം വണക്കം. ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഇതിന്റെയൊക്കെ ബേസിസിലുള്ള ലൈഫ് കോച്ചിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയും, കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടുന്ന ഒരു ഉറപ്പുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ, ഈ മാനിഫെസ്റ്റേഷൻ, ഈ പ്രോസസ് നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുകയാണല്ലോ. പഠിച്ച് നിങ്ങളൊരു നല്ലൊരു ലെവലിലെത്തും. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ട് ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലൊരു ലെവലിലെത്തും. ആ സമയത്തും നിങ്ങളൊരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് മിസ് ചെയ്യരുത്. അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ഞാൻ പറഞ്ഞുതരാം. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും വലിയ ഇത്രയും വർഷത്തെ റിസർച്ചിന്റെ ബേസിസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഇതിന്റെ ഏറ്റവും വലിയ മാജിക്കിൽ ഒന്ന് എന്താണെന്ന് അറിയോ? നമ്മളൊരു ബിഗിനർ, അയ്യോ ഇത് എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയില്ലല്ലോ, നമുക്കൊന്നും അറിയില്ല, നമ്മളൊരു ബിഗിനർ ആണ്. ഈ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ സ്പീഡും പ്യൂരിറ്റിയും ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിരിക്കും, ഭയങ്കരമായിട്ട് കൂടും. ചില ആൾക്കാർക്ക് മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ഉണ്ടാവും എന്ന് പറയല്ലേ. എല്ലാം പഠിച്ച് എല്ലാം സെറ്റായി തിയറി എല്ലാം പക്കയാക്കി പിന്നെ പോകുമ്പോഴത്തേക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പലർക്കും സാധിക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കൊരു ബിഗിനർ മൈൻഡ് സെറ്റ് എവിടെയൊക്കെ വെച്ച് നഷ്ടമായി. അതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്ര പ്രോ ആയാലും എത്ര വലിയ മാനിഫെസ്റ്റോ ആയി കഴിഞ്ഞാലും ഒരു ബിഗിനർ മൈൻഡ് സെറ്റ്, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരു ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടി ഈ എൻറ്റയർ പ്രോസസ്സിനെ ലൈഫ് ലോങ് കൊണ്ടു നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ജേർണി കുറെ കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. ഇക്കിഗായി എന്ന് പറയുന്ന ജാപ്പനീസ് പുസ്തകത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കിൽ ഒന്നാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്, അല്ലെ? ഈ ഒരു ഡിസ്ക്ലെയിമറോട് കൂടിയാണ് നിങ്ങൾ ഈ ക്ലാസ്സിലിരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടത്. എന്റെ കൂടെ കട്ടക്ക് ഇരുന്നോളാം. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ല വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫ് ഉണ്ടാവും, ഒരു സംശയമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഹംബിൾ ആയിരിക്കണം, ഈഗോ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടി ഉപയോഗിക്കണം. ഈ ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ പറയുന്ന ഓരോ ടെക്നിക്കും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും ആവാഹിക്കാൻ. സെറ്റാണല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഈ പ്രോസസ് എന്താണ് എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ തരും. എന്താണ് ഈ പ്രോസസ്? അതിനുശേഷമായിരിക്കും നമ്മൾ ടെക്നിക്സിലേക്കും ടാക്ടിക്സിലേക്കും കിടക്കുന്നത്. പിന്നീട് മെഡിറ്റേഷൻ കാണാൻ ലൈവായിട്ട്, അതെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് ഉഷാറായി പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയ? കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും, കുറെ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞു, ബിഗിനർ മൈൻഡ് സെറ്റ് അതിവിടെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ, മനസ്സിന്റെ പവർ ഉപയോഗിച്ച് നമുക്ക് ലൈഫിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. മനസ്സിന്റെ പവർ എന്ന് പറയുന്നത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കുണ്ട്. അത് കുറെ പുസ്തകങ്ങളുണ്ട്. ആ തിയറി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാനൊരു ഡൗട്ട് വെച്ചിട്ടാ, ഈ ലോകത്തില് എല്ലാവരെയും സമ്പന്നനാക്കാൻ തക്ക വെൽത്ത് ലോകത്ത് മുഴുവനുണ്ട്. പക്ഷെ ഈ വെൽത്ത് ഒക്കെ വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇതൊരു ആക്സിഡന്റ് ആണോ? പോട്ടെ, പവറോ? പവറ് കുറച്ച് ആൾക്കാരുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സക്സസ്, എന്തുകൊണ്ട് എല്ലാവർക്കും സക്സസ് കിട്ടാത്തത്? ലോകം അത്ര അബണ്ടന്റ് ആണ്, അല്ലെ? അത്ര അബണ്ടന്റ് ആണ് ലോകം. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും സക്സസ് കിട്ടാത്തത്? കാരണം ഇതൊക്കെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മുടെ മൈൻഡാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഗോൾ ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 3 സ്റ്റെപ്പ്, ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ 3 സ്റ്റെപ്പ് കട്ടക്കൊക്കെ ഫോളോ ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? ക്ലിയർ കട്ട്, വളരെ ക്ലാരിറ്റിയോട് കൂടി മൈൻഡിൽ ഒരു ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നിനക്ക് എന്താ ആവേണ്ടത്? പറ. എന്താ ലൈഫ് നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്? പറ. ഏത് ലെവലില് എന്ത് അച്ചീവ്മെന്റ്, എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും, പക്ഷെ അതിനെപ്പറ്റി ഫുൾ ക്ലാരിറ്റി ആർക്ക് പറയാൻ സാധിക്കും? ഇവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് അവരുടെ പ്രോഡക്റ്റ്, എന്താണ് അവിടുത്തെ മാർക്കറ്റ് സെഗ്മെന്റ്, ഐസൊലേറ്റഡ് ആണോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആണോ? ആ സ്റ്റഡി നടത്തി എത്ര പേരുണ്ട്? ചില ആൾക്കാർ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എഞ്ചിനീയർ ആവണം. ഏത് ഫീൽഡിൽ, എന്ത് സ്പെഷ്യലൈസേഷനിൽ, അല്ലെങ്കിൽ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റുക? ആ ക്ലാരിറ്റി എത്ര ആൾക്കാർക്കുണ്ട്? ആഗ്രഹവും ഗോൾ സെറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ആർക്കും എന്തും ആഗ്രഹിക്കും. എനിക്ക് ഇപ്പൊ ഒരു മന്തി കഴിക്കാൻ ആഗ്രഹമുണ്ട്, അത് ആഗ്രഹമാണ്. പക്ഷേ ആ മന്തി ചിക്കൻ മന്തി ആയിരിക്കണം, നല്ല ക്രീം ആയിട്ടുള്ള മയണൈസ് ഉണ്ടായിരിക്കണം.
അതിനകത്ത് നല്ല സ്പൈസി ആയിട്ടുള്ള മറ്റേ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ഉണ്ടായിരിക്കണം. എനിക്ക് ചിക്കനൊക്കെ കുഴച്ച് കഴിക്കണം. ഇതാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്റെ ആഗ്രഹം മാത്രമാണ്, ജസ്റ്റ് ആലോചിക്കുന്ന വിടുന്നു. പക്ഷെ സെക്കൻഡ് തിങ്ങിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ക്ലാരിറ്റി ആയിട്ട് സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. നല്ല ക്ലാരിറ്റിയിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം, ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റണം വിത്ത് അറ്റ്മോസ്റ്റ് ക്ലാരിറ്റി. ഈ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. പല ആൾക്കാർക്ക് ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് പോലും അറിയില്ല. അവർക്ക് ലൈഫിൽ എന്താവണം എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. അവർ സക്സസ് അട്രാക്ട് ചെയ്ത് നടക്കുകയാണ്. നമുക്ക് നമ്മളെ പറ്റി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് നമ്മുടെ ലൈഫിലേക്ക് തേടി വരത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എത്ര ആൾക്കാർക്ക് ഇതുപോലെ അവരുടെ ഗോൾസ് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ട്? ആർക്കൊക്കെ ഉണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? യെസ്, വിനി, നീതു, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടോ, വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. മഹേഷ്, വിദ്യ, വെരി ഗുഡ്. അപർണ, സാറില്ല, നമുക്ക് സെറ്റ് ആകാം. വീര, യെസ്, നജ്മ, കുറച്ച് ആൾക്കാർക്കേ ഉള്ളത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സാധനം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇതിന്റെ ബാക്കി എല്ലാം പെട്ടെന്ന് സെറ്റ് ആക്കി. ഇതിനെ പറ്റി കുറച്ചുകൂടെ സംസാരിക്കുകയാണ്. ഇപ്പൊ ചില ആൾക്കാര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതാണ്, എനിക്ക് ലവ് മാനിഫെസ്റ്റ് ചെയ്യണം, എന്റെ എക്സ് എന്നെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി, അവൻ ഭയങ്കര ടോക്സിക് ആയിരുന്നു, പക്ഷെ എന്നാണ് എനിക്ക് അവൻ ഇഷ്ടമാണ്. ഇതാണ് അവരുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ട്. ഇവിടെ ലൈഫിൽ എന്തോ ഭാഗ്യം കൊണ്ടാണ് നിന്നെ റെസ്പെക്ട് ചെയ്യാത്ത, നിന്റെ സ്നേഹമില്ലാത്ത, അല്ലെങ്കിൽ നീ വിഷമിക്കുമെന്ന് ചിന്തയില്ലാത്ത ആ വ്യക്തി നിന്റെ ലൈഫിൽ നിന്നെ വിട്ടിട്ട് പോയത്. നീ പോകുന്ന അവനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്ത് തേങ്ങയാണത്? ആ വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല. ഈ പറയുന്ന ക്ലാരിറ്റി ഇല്ല. അയാൾക്ക് ലൈഫിൽ ലവ് ആണ് വേണ്ടതെങ്കിൽ, കെയറിങ് ആണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ്, അല്ലെങ്കിൽ വാംത്ത് ആണ്, സ്നേഹമാണ് വേണ്ടതെങ്കിൽ അത് പോയി മാനിഫെസ്റ്റ് ചെയ്യണം. അല്ല ഇവനെ ഇട്ടിട്ട് പോയ ആളെ, ആൺകുട്ടികളും പെൺകുട്ടികളും കണക്കാണ് ഈ കാര്യത്തിൽ കേട്ടോ. ഈ കക്ഷി ഇട്ടിട്ട് പോയ ആളെ പോയി അല്ല മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ക്ലാരിറ്റി ഓഫ് തോട്ട് വേണമെന്ന് പറയുന്നത്. ആ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകാനാണ് ഒരു പിന്നെ ശ്രമിക്കുന്നത്. ഞാൻ മെസ്സേജ് ഞാൻ എന്ത് ഉത്തരം പറഞ്ഞു, നിങ്ങൾ സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം വിട്ട് ഒരിക്കലും കളിക്കില്ല. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും അട്രാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അറ്റ് നോ പോയിന്റ് ഓഫ് ടൈം ഷുഡ് യു കോംപ്രമൈസ് യുവർ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഈ സെൽഫ് റെസ്പെക്ട് ഉള്ള ആൾക്കാരെ യൂണിവേഴ്സിന് ഭയങ്കര ഇഷ്ടം. ഈഗോയെ പറ്റി അല്ല ഞാൻ പറയുന്നത്, ഈഗോയെ പറ്റിയല്ല, സെൽഫ് റെസ്പെക്ട്, അവനവനോടുള്ള വിശ്വാസത്തെ പറ്റി, അവനവനോടുള്ള ബഹുമാനത്തെ പറ്റി ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും സെൽഫ് റെസ്പെക്ട് കോംപ്രമൈസ് ചെയ്തൊരു ഗോൾ സെറ്റ് ചെയ്യില്ല. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി നശിപ്പിക്കുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യാനോ അതിനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ അതിനെ പറ്റിയ സാധനങ്ങളല്ല. പോസിറ്റീവായിട്ട് കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാം. ഇതാണ് ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. അതിന്റെ ഫൗണ്ടേഷൻ ഇറ്റ് ഷുഡ് ബി യുവർ പേഴ്സണൽ ഗ്രോത്ത്, യുവർ സെൽഫ് റെസ്പെക്ട് ആൻഡ് യുവർ സെൽഫ് എസ്റ്റീം. സെറ്റാണോ? ഇത്ര പല കാര്യം ക്ലിയർ ആണോ? ഇതായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ എളുപ്പമാണ്. ഒരു വ്യക്തി അവനവന് എന്താ വേണ്ടതെന്ന് ലൈഫിൽ അവനവനൊരു ബോധ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള പാത താനെ തുറന്നു വരും. ഓക്കെ, ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പൊ എന്റെ സക്സസ് സ്റ്റോറീസ് പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ ഫെയിലിയർ ഞാൻ പറയാറുണ്ട്, എന്റെ തോൽവികൾ ഞാൻ പറയാറുണ്ട്. ഞാൻ വർഷങ്ങളോളം, ഈ ഡിഗ്രി ആയിട്ട് വർഷങ്ങളോളം ഞാൻ ഒരു ആർമി ഓഫീസർ ആവാൻ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ചിരുന്നു. എന്റെ മനസ്സിൽ സിനിമയൊക്കെ കണ്ട് അതാണ് എന്റെ മനസ്സിൽ തന്നൊരു ഗോൾ. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ഒരു എക്സാം ഒക്കെ ഉണ്ട്, നമ്മൾ പോയി എക്സാം എഴുതും, ഇന്റർവ്യൂവിന് പോകും, പൊട്ടും. ബാംഗ്ലൂരാണ് അതിന്റെ ഇന്റർവ്യൂ, UPSC നടന്ന എക്സാം ആണ്. അത്യാവശ്യം നല്ല എക്സാം ആണ്. എന്നാൽ എക്സാം പാസ്സാവും, ഇന്റർവ്യൂ സ്റ്റേജിൽ ഞാൻ പൊട്ടും, പിന്നെ പാസ്സാവും, പിന്നെ ഇന്റർവ്യൂ സ്റ്റേജിൽ പൊട്ടും. പിന്നാണ് എനിക്ക് സത്യം മനസ്സിലായത്, ഐ വാസ് നോട്ട് എ മിലിറ്ററി മാൻ. ഒരു പട്ടാളത്തില് ജോലി ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ഞാൻ. ആ സത്യം ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ എത്ര വർഷം അതിന്റെ പുറകെ പോയെന്നറിയോ? അറ്റ് ദ സെയിം ടൈം ഞാനൊരു ടീച്ചർ ആവണം, ഒരു ഓൺട്രപ്രണർ ആവണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ സ്വിച്ച് ഇട്ട പോലെയാണ് കാര്യങ്ങൾ മാറിയത്. കാര്യം എന്റെ റിയൽ പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് എ മെന്റർ. ഒരു മെന്റർ അല്ലെങ്കിൽ ടീച്ചർ ആവുക, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവുക, ഒരു ഓൺട്രപ്രണർ ആവുക, അതായിരുന്നു എന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, എന്റെ യഥാർത്ഥ ആഗ്രഹം. പക്ഷെ ക്ലാരിറ്റി എനിക്ക് ഇല്ലാത്തോടെ എന്റെ വർഷങ്ങളോളമുള്ള സമയം അവിടെ കൊണ്ടുപോയി കളയുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്ത്, ഞാൻ ജിമ്മിൽ പോയപ്പോ അവനെ വളരെ യാദൃഷ്ടിയായിട്ട് കണ്ടു. അപ്പൊ അവനറിയാം, പട്ടണത്തിലൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവരെ അവൻ അറിയാം. അവൻ ചോദിച്ചാ എന്തായി നിന്റെ ഗോൾ? ഇവനോട് അതൊന്നും നടന്നില്ല, ഞാൻ സ്ഥിരം പോവായിരുന്നു, പക്ഷെ തോറ്റുപോയി, പരീക്ഷയ്ക്ക് തോറ്റുപോയി. പക്ഷെ ഇപ്പൊ ഞാനിപ്പം വരെ സ്റ്റാർട്ടപ്പ് ഒക്കെ റൺ ചെയ്തെന്ന്. അപ്പൊ അവൻ എന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാ, എടാ നിന്നെ അറിയാവുന്ന പറയാം, നീ ഒരിക്കലും ഒരു ഹൈറാർക്കൽ സെറ്റപ്പിൽ വർക്ക് ചെയ്തില്ലായിരുന്നു. ഒരാളുടെ അണ്ടറിൽ ഓർഡർ എടുക്കുന്ന രീതി വർക്ക് ചെയ്യുന്നതിന് ഒക്കത്തില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. എന്നിട്ട് പറഞ്ഞ നെഗറ്റീവ് ആവുന്നുള്ളത് കൊണ്ട് ഞാനിത് പറയാതിരുന്ന അവന്റെ മുഖത്തേക്ക് പറഞ്ഞു. അന്ന് അവൻ എന്നെ പറ്റി ഉണ്ടായിരുന്ന ക്ലാരിറ്റി എനിക്ക് എന്നെ പറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ വർഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയത്.
പക്ഷെ വൺസ് ആ ഒരു ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ എന്റെ സ്കിൽ സെറ്റ് ഇതാണ്, എനിക്ക് വേണ്ടത് ഇതാണെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്യുന്നതെല്ലാം സക്സസ് ആയിരുന്നു. അനുദീപ് അക്കാഡമി നിന്ന് PhD കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നു, അത് സക്സസ്ഫുൾ ആയി. അനുദീപ് തീര് റൺ ചെയ്യുന്നു, 2 മാസമേ ആവുന്നു നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർട്ട്, അത് സക്സസ്ഫുൾ ആവുന്നു, സ്റ്റുഡൻസ് വരുന്നു. അപ്പം ലൈഫില് എന്തൊക്കെ ആവണം എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ ആവരുത് എന്നുള്ള ചിന്തയും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഐഡന്റിറ്റി, ഈസ് ഇറ്റ് റിയലി യു? അത് എന്നെ പോലെ മണ്ടനായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഗോളിന് പുറമെ നിങ്ങൾ യാത്ര ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കണം. മനസ്സിലായല്ലോ? യെസ്. വൺസ് നിങ്ങൾ നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ മാനിഫെസ്റ്റേഷൻ വലിയ സ്മൂത്ത് ആയിട്ട് നോക്കണം. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1, ഗോൾ സെറ്റിംഗ്. ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ 2 പോകാം. സ്റ്റെപ്പ് നമ്പർ 2 ഇതാണ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട്. വിഷ്വലൈസേഷൻ. പ്രിയങ്ക ചോപ്ര അല്ലെങ്കിൽ ദീപിക പദുക്കോൺ, മൈക്കിൾ ഫെൽപ്സ് അല്ലെങ്കിൽ ഈ പല ഫേമസ് അത്ലറ്റുകൾ ഇവരൊക്കെ പറയുന്ന കാരണം വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നിങ്ങൾ ആയി തീർന്നതായിട്ട് മനസ്സിൽ കണ്ടത് വിഷ്വലൈസ് ചെയ്യണം. ഇപ്പോ മൈക്കിൾ ഫെൽപ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ചില സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടോ, എനിക്ക് 1 മന്ത് കോഴ്സ് കൊടുത്തുകൂടെ എന്നുള്ളത്. 1 മന്ത് കോഴ്സ് നമുക്ക് ഉണ്ട്, ഓൾറെഡി റണ്ണിങ് ആണ്. അതിന് അഡ്മിഷൻസ് ക്ലോസ്ഡ് ആക്കിയാണ് കേട്ടോ. കാര്യം കൂടുതൽ കുട്ടികളെ കോഴ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അഡ്മിഷൻസ് ക്ലോസ്ഡ് ആണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും അറിയിക്കാം. ഓക്കെ, നമ്മൾ ഒരു ബാച്ചിലെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചാണ്. മാക്സിമം 100 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ കൊടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. 1 മന്തിന്റെ ബാച്ച് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. മൈക്കിൾ ഫെൽപ്സ് ഉണ്ടല്ലോ, മറ്റേ ഒളിമ്പ്യൻ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ ഒളിമ്പിക്സ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അത് വിഷ്വലൈസ് ചെയ്യായിരുന്നു. അദ്ദേഹം ഓരോ സ്ട്രോക്കും ഓരോ ട്വിസ്റ്റും ഓരോ ടേണും അദ്ദേഹം വിഷ്വലൈസ് ചെയ്യായിരുന്നു. ഈ ഉസൈൻ ബോൾട്ട് അടക്കമുള്ള ഈ ഭയങ്കര സ്പീഡിന് ഓടുന്ന സ്പ്രിന്റ് റണ്ണേഴ്സ് ഉണ്ടല്ലോ, ഒളിമ്പിയൻസ്. അപ്പൊ അവരെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരെ കാണ്ടാമൃഗത്തിനോടോ ചീറ്റപ്പുലിയായിട്ട് അവർ വിഷ്വലൈസ് ചെയ്യുന്നത്. അത് സ്പോർട്സ് സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. സ്പോർട്സ് സൈക്കോളജിയാണ്. അവര് ചീറ്റപ്പുലിയാണെന്ന് സ്വയം കരുതും, വിഷ്വലൈസ് ചെയ്യും. അപ്പൊ ഒരു ട്രാക്കിൽ പോയി ഓടുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് പേഴ്സൺ ഹു ഇസ് റണ്ണിങ്, ആ ചീറ്റപ്പുലിയാണ് ഓടുന്നത്. അപ്പൊ നമ്മുടെ ഒരു എനർജിയും ആ ഒരു പെർഫോമൻസും ആ രീതിയിൽ എൻഹാൻസ്ഡ് ആവും. അതിനൊക്കെ പറ്റുന്ന ഡീറ്റെയിൽഡ് വരും ക്ലാസ്സുകളിൽ പറയാം. വിഷ്വലൈസേഷൻ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ പറയുന്നത് അല്ലേ? യെസ്, എക്സാക്ട് വിഷ്വലൈസേഷൻ ഇമ്പോർട്ടൻസ് ആണ് ഈ പറയുന്നത്. യെസ്, ഒരു മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എക്സാക്ട്ലി, നമ്മുടെ ബാച്ചുലർ മെമ്പർ അയച്ച മെസ്സേജ് കണ്ടോ? അദ്ദേഹത്തിന് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പിന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ലൈഫ് സ്വർഗമായെന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ക്ലാരിറ്റി വേണം. നമുക്ക് എന്താണ് ലൈഫിലെ ഗോൾ, എന്താണ് ചെയ്യുന്നത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ലൈഫ് ഒരു സ്വർഗമാവും. വേറെ ആരുടെ ടേംസിൽ ജീവിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഹൃദയം കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരും. അതിനു വേണ്ടി പരിശ്രമിക്കാം. ഓക്കെ, യെസ്, അത് പറഞ്ഞിരിക്കട്ടെ. ആ ഒരു മെസ്സേജ് ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. സോ വിഷ്വലൈസേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങൾക്കിപ്പോ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നമുക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഫ്രഞ്ച് വിസ വേണമെന്നായിരുന്നു. ഫ്രഞ്ച് വിസ കിട്ടി. വിഷ്വലൈസേഷൻ നടത്തി മാനിഫെസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രോപ്പർട്ട് മാനിഫെസ്റ്റ് ചെയ്തു. അപ്പോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ വിസ അപ്രൂവ് ആവുന്ന മെയിൽ വരുന്നതായിട്ടും ആ വിസ നമ്മുടെ കൈ കിട്ടുന്നതായിട്ടും ആ വിസ നമ്മളിപ്പം ഒരു രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇമിഗ്രേഷൻ അവിടെ വിസ നമ്മുടെ അടുത്ത് ചോദിക്കുമല്ലോ. അപ്പൊ നമ്മൾ മൊബൈൽ ഫോണിനകത്ത് അതിന്റെ ഡിജിറ്റൽ കോപ്പി കാണിക്കുമല്ലോ. അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ ഗോൾ ഓരോ രീതിയിലാണ്. അപ്പൊ നിങ്ങളുടെ ഗോൾ എന്താണോ ആ ഗോൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലൈഫ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഇപ്പൊ ഒരു ഡോക്ടർ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹമെങ്കിൽ ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഡോക്ടറായി മാറുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഇവിടുത്തെ ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതി വിഷ്വലൈസ് ചെയ്യണം. ഒന്ന് സിനിമ കാണുന്ന പോലെ വിഷ്വലൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങളിങ്ങനെ മറ്റൊരു വ്യക്തി നോക്കി കാണുന്നത് പോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല എന്നതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കണ്ണിൽ കൂടെ അല്ലേ ക്ലാസ് കാണുന്നത്? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിഷ്വലൈസേഷൻ നടത്തുമ്പോൾ ഈ രീതിയിലും കൂടെ വിഷ്വലൈസ് ചെയ്യണം. മറ്റേതിന്റെ സിനിമ കാണുന്ന പോലെ വിഷ്വലൈസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ അതിനെ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾക്ക് വലിയ സമ്പത്താണ് നേടേണ്ടതാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ് എടുത്തിട്ട് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന വലിയൊരു തുക അത് നിങ്ങളുടെ കണ്ണിൽ കൂടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കി കാണണം. അപ്പം ഈ രീതിയിൽ 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം?
എക്സാക്ട്ലി വിഷ്ണു. ഈ രണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇപ്പൊ വിഷ്വലൈസേഷൻ സ്വപ്നം കാണലാണോ? അല്ല. ഇവിടെ ഇമോഷൻ റിഹേഴ്സൽ എന്ന ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇമോഷൻ റിഹേഴ്സൽ നമ്മൾ എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താ? ലൈഫിൽ പോയി സക്സസ്ഫുൾ ആവും, പിന്നെ അഭിമാനിക്കാം. ലൈഫിൽ പോയി രക്ഷപ്പെടും, പിന്നെ നമുക്ക് സന്തോഷിക്കാം. ഇതൊക്കെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അങ്ങനല്ല. ഇതൊക്കെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. നേരെ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ആ ഒരു ലക്ഷ്യം നേടിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും അഭിമാനവും ആ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു തൃപ്തി എന്ന് പറയില്ല, തൃപ്തി, അതൊക്കെ നമുക്ക് ഈ മൊമെന്റിൽ കൃത്രിമമായിട്ട് തന്നെ മനസ്സിൽ ഫീൽ ചെയ്യിക്കണം. മനസ്സിന് റിയൽ ഏതാ റോങ് ഏതാന്ന് മനസ്സിന് അറിയാൻ പറ്റില്ല. മനസ്സിൽ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. രൺവീർ സിംഗ് ഒക്കെ പറയുന്നത് അങ്ങനല്ലേ, ഒരു അവാർഡ് വേണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന അവാർഡ് ഓൾറെഡി കിട്ടിയതിനു ശേഷം പോയി പ്രസംഗിക്കില്ല, അവാർഡ് കൈ പിടിച്ചുകൊണ്ട് പ്രസംഗം നടത്തുമല്ലോ. ആ ഒരു മൊമെന്റ് ആണ് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തിരുന്നത്. ആ ഒരു സന്തോഷവും അഭിമാനം, ആ ഒരു റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ ആ ഒരു നിലയും വിലയും കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തിരുന്നത്. ആ സന്തോഷം, ആ ഇമോഷൻസ് നമുക്ക് റിഹേഴ്സ് ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ എത്രത്തോളം വേഗത്തിൽ നിങ്ങൾ ഹൃദയം ഇടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാവും. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ പറയാ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. കുമാരനാശൻ പണ്ട് പാടിയിട്ടുണ്ട്, ഭാഷയിൽ അപൂർണം അങ്ങ് വന്നു പോകും പിഴയും അർത്ഥശങ്കയ. പിന്നെ മനുഷ്യന്റെ ചില സിറ്റുവേഷൻസിനെ വിവരിക്കാൻ ലാംഗ്വേജ്, ഭാഷ അപൂർണമാണെന്നാണ് കവികൾ പോലും പറയുന്നത്. ഒരു കവിക്കാണ് ഏറ്റവും വലിയ ഭാഷ നൈപുണ്യം, അവരെ കൊണ്ട് പോലും ഒത്തിട്ടില്ല. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് എക്സ്റ്റസി, ഹാപ്പിനെസിന് മുകളിലാണ് എക്സ്റ്റസി എന്ന് പറയുന്ന ഫീലിംഗ്. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2, വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ, ഇമോഷൻസ് എന്ന് വെച്ചാൽ എനർജി ഇൻ മോഷൻ ആണ്. ആ ഒരു എനർജി, ആ ഒരു ഇമോഷണൽ എനർജി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇമോഷൻ റിഹേഴ്സൽ ഇതിന്റെ ഭാഗമായിട്ട് നടത്താൻ പറ്റണം. ഇതിനെ സഹായിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈമറി ലോ എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്, ലോ ഓഫ് അട്രാക്ഷൻ. സെക്കൻഡറി ലോ മാത്രമാണ് അഫർമേഷനും ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ. പക്ഷെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ ഇതിനകത്താണ്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ചുരുക്കി പറഞ്ഞു, സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. എക്സാക്ട്ലി. നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പം വിഷ്ണു പറഞ്ഞത് ഈഗോ, നമുക്ക് മനസ്സിനെ നമ്മളൊരു കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈഗോ പറയും, പറ്റില്ല, അതിനൂടെ പറ്റില്ല ഈഗോ പറയല്ലേ. ഇതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും ഈ ക്ലാസ്സിൽ. ഇതിനുള്ള ഒരു മെഡിറ്റേഷനും ടാക്ടിക്കൽ സൊല്യൂഷനും കിട്ടും. ഡോണ്ട് വറി, ഈഗോയൊക്കെ നമ്മൾ കത്തിച്ച് കളയും. ഓക്കെ, യെസ്. നമ്മൾ പറഞ്ഞത് വിഷ്വലൈസേഷനെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വിഷ്വലൈസേഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്സ് ഉണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒന്നാമത്തെ ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സംഭവം, നമ്മുടെ ഗോൾ, ആ ഗോൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഉണ്ടല്ലോ. യെസ്, അതിന് കിട്ടി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ കൃഷ്ണനെയോ അള്ളായെയോ കൃഷ്ണനെയോ ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ ബുദ്ധനെയോ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ട ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞതിന് ശേഷം ആ ദൈവത്തിനോട് നന്ദി പറയുന്നവരെ വിശ്വസിച്ച് ചെയ്യുക. പിന്നെ പല ആൾക്കാരും പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഹിന്ദുമതത്തിനെതിരാണ്, ക്രിസ്ത്യാനിറ്റിക്കെതിരാണ്, ഇസ്ലാമിനെതിരാണ്, മതത്തിനെതിരാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആൾക്കാർ പറയാം. അങ്ങനല്ല. എല്ലാ മതങ്ങളും പണ്ട് തൊട്ടേ പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനമാണ് ലോ ഓഫ് അട്രാക്ഷൻ. എല്ലാ മതങ്ങളും പറഞ്ഞത് എന്താ? നമ്മൾ എന്ത് ചിന്തിക്കുന്നത് നമ്മൾ ആയി തീരുമെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഇപ്പൊ തത്വമസി എന്ന കോൺസെപ്റ്റ് എന്താ? മനസ്സാണ് ദൈവം. ദൈവം നമ്മുടെ ഉള്ളിലാണ്. ഇസ്ലാമും പഠിപ്പിക്കുന്നത് തന്നെയല്ലേ, നമ്മുടെ മനസ്സിന്റെ നന്മയാണ് ദൈവം. ക്രിസ്ത്യാനിറ്റി ഇത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. ഏത് മതം ഇത് പഠിപ്പിക്കുന്നത്? ബുദ്ധനും പറയുന്നത് എന്താ? നീ എന്ത് ചിന്തിക്കാതെയാണെന്ന് ബുദ്ധനും പറയുന്നത്. ഏത് മതമാണ് ഇത് പഠിപ്പിക്കാത്തത്? അല്ലെ? സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ആ ദൈവത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു ഗോൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, താങ്ക് യു ഗോഡ് എന്നുള്ള രീതിയിൽ ആ ദൈവത്തിന്റെ അടുത്ത് നന്ദി പറയാം. ക്ലിയർ ആണല്ലോ? യെസ്. ഇത് വിഷ്വലൈസേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഗോൾ നേടിയെടുത്തതിനു ശേഷം ആ ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് നിങ്ങളുടെ വിശ്വസിക്കുന്ന ദൈവത്തിന് മുമ്പ് ചെന്ന് നിന്നിട്ട് നന്ദി പറയുക, അത് വിഷ്വലൈസ് ചെയ്യണം. ഭയങ്കര പവർഫുൾ ആണ്. അത് വിഷ്വലൈസ് ചെയ്യാം. അതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എന്ന് പറയുന്നതാണ് അല്ലെ. ഇതിനോടൊപ്പം നമ്മൾ അഫർമേഷൻസ്, മനനന്തായ രീതി മന്ത്രം എന്നാ പറയാം. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളെല്ലാം മന്ത്രങ്ങളാണ്. എല്ലാ മതത്തിലുള്ള കോൺസെപ്റ്റാണ് മന്ത്രം. എടാ, ഇതൊക്കെ നൂറ്റാണ്ടിൽ 10,000കണക്കിന് വർഷം മുമ്പേ മതഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്.
എല്ലാ മതങ്ങളും മന്ത്രങ്ങൾ പോലെ പഠിപ്പിക്കുന്നുണ്ട്. മന്ത്രത്തിന് പവർ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യത്തിനൊക്കെ പവർ ഉണ്ട്. ഞാനൊരു സക്സസ്ഫുൾ വ്യക്തിയാണ്, ഞാൻ വിജയിയാണ്, 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 ഞാൻ തോൽവിയാണ്, തോൽവിയാണ്, തോൽവിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് മാനിഫെസ്റ്റ് ആയി വരും. സോ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് അഫർമേഷൻസ് മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് മന്ത്രങ്ങൾക്ക് ഭാഷയുണ്ടായിരുന്നു. ഹിന്ദു മതത്തിലാണെങ്കിൽ സംസ്കൃതത്തിലായിരുന്നു മന്ത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു അല്ലെ. ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ലാറ്റിൻ ലാംഗ്വേജ്, ഇസ്ലാമിലാണെങ്കിൽ അറബിക് ലാംഗ്വേജ്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് ഏതാ മന്ത്രം ചെയ്യും, ഒരു കുഴപ്പമില്ല. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഐ ആം, ഞാൻ, ഞാൻ, ഈ ഒരു പ്രിഫിക്സിനോട് ചേർത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അത് മാനിഫെസ്റ്റഡ് ആവും. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ താഴെ പറഞ്ഞുതരാം, എന്നാലും തർക്കം നിങ്ങൾ കേൾക്കാം. ഞാൻ ഒരു വിജയിയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്, എനിക്ക് ലൈഫിൽ എല്ലാ ഹാപ്പിനെസ്സും അബണ്ടൻസും ഉണ്ട്. ഞാൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിനോട് ചേർത്ത് വെച്ച് വേണം നിങ്ങൾ എല്ലാം പറയാൻ. ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈഗോയിസ്റ്റിക് ആയിട്ട് പറയില്ല. ഞാൻ എന്ന് പറയുന്ന വാക്കിന് ഒരു ഈഗോ എലമെന്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ പ്യൂറായിട്ട്, ഹമ്പിളായിട്ട്, ഭയങ്കര വിനയത്തോടു കൂടി തന്നെ യൂണിവേഴ്സിനടുത്ത് പറയാം, ഞാൻ ഇതാണെന്ന രീതിയിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിഷ്വലൈസേഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ വിഷ്വലൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് യൂസ് ചെയ്യുന്നത്, അഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്, രണ്ടും എക്സ്ട്രീംലി പവർഫുൾ തന്നെയാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. പിന്നെ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് നമ്പർ 3 ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് ഗോ ചെയ്യുക. ഞാൻ എപ്പോഴും പറഞ്ഞ എക്സാമ്പിൾ, ചെടി നടുന്ന പോലെയാണ്. നിങ്ങളൊരു വിത്ത് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി അത് പിഴുതു നോക്കും, വേര് വന്നോ പിഴുതു നോക്കില്ല. അപ്പോ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യാം. യൂണിവേഴ്സ് അതിനെ ടേക്ക് കെയർ ചെയ്തോളും എന്നുള്ള കാര്യം ലെറ്റ് ഗോ ചെയ്ത് വിടുക. ഇതാണ് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. പക്ഷെ 4ാമത്തെ ഒരു സ്റ്റെപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒന്നും വർക്ക്ഔട്ട് ആവാൻ പോകുന്നില്ല. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്നെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വലിയൊരു വീട് വെക്കണമെന്നാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇപ്പൊ നിലവിൽ പൈസ കാണില്ലെങ്കിൽ സാരമില്ല, എന്നാലും വീടിന്റെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാനോ, എത്ര ബെഡ്റൂം വേണം, ടൈൽസിന്റെ കളർ എന്താണ്, അല്ലെങ്കിൽ നല്ല ഹൗസിംഗ് ലോൺ എവിടെ ലഭിക്കും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വീട് വെക്കാനുള്ള പണം സമ്പാദിക്കാൻ പറ്റും, ഇങ്ങനെ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ആ രീതിയിൽ ഒരു ആക്ഷൻ ഇൻഡ്യൂസ് ചെയ്യണം. ഈ ആക്ട് ചെയ്യുന്ന, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തികളെ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യും, എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബസ്വത്തിൽ നിന്നൊരു 10,000 രൂപ വേണം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കണം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് വരെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, പ്രോസസ് ലെറ്റ് ഗോ ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്കൊരു ഒരു രാജ്യത്തേക്കുള്ള വിസ വേണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്ട് റൺ ചെയ്യണം, ഹെൽത്ത് ബെറ്റർ ആണ്, ഒരു അസുഖമുണ്ട്, ആ ഹെൽത്ത് ഓക്കെ ആക്കണം, ഇതൊക്കെയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ സ്വയം ചോദിക്കും, ഞാൻ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു എന്ന് നിങ്ങൾ സ്വയം ചോദിക്കാം. ഡെയിലി അതിനു വേണ്ടി ഒരു ആക്ഷൻ എങ്കിലും എടുക്കുക. മൈക്രോസ്കോപ്പിക് ആക്ഷൻ ആയാലും, ഇപ്പൊ ചില ആൾക്കാർക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെന്നായിരിക്കും, പരീക്ഷ പാസ്സാവണമെന്നായിരിക്കും ആഗ്രഹം. അപ്പം എന്താ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ആലോചിക്കാം. നല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക, പഠിക്കുക, റിവിഷൻ നടത്തുക, അല്ലെ, ആ രീതിയിൽ നല്ല കോച്ചിങ് എടുക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ആക്ഷനും കൂടെ അതിനെ കുറിച്ച് ചെയ്യണം. ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പോഴത്തെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ കോച്ചിങ്ങിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുമ്മാ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് ഇങ്ങോട്ട് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നോളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ട്. അത് ഡേഞ്ചറസ് ആണ്, എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ഞാൻ ലോട്ടറി അടിക്കാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അതിനകത്തില്ല. പക്ഷേ നിങ്ങളിപ്പോ ഒരു ഡിപ്രഷനുള്ള ഒരു പേഷ്യന്റ് ആണ്, ഡിപ്രഷനെ പുറത്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹമെങ്കിൽ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ സ്വയം ചോദിക്കുക, വാട്ട് ഷുഡ് ഐ ഡു? നല്ല തെറാപ്പി എടുക്കാം, മെഡിസിൻ എടുക്കേണ്ട കേസാണെങ്കിൽ മെഡിസിൻ എടുക്കാം, നല്ലൊരു മെഡിക്കൽ കൗൺസിലർ പോയി കാണാം. അപ്പൊ ആ രീതിയിലുള്ള ആക്ഷൻ നമ്മൾ ചെയ്യണം. അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് ബിസിനസ്, ആ ഒരു രീതിയിൽ നമ്മൾ പ്ലാനിങ് ഇട്ടിട്ട് ആക്ഷനിലേക്ക് പോകണം. ആക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. ഇപ്പൊ ചില കണ്ടോ പറഞ്ഞ 1 crore ബാങ്ക് ബാലൻസ് വേണം എന്നാണ് ഒരു വ്യക്തിയുടെ ആഗ്രഹം. എന്ത് ചെയ്യണം നമ്മൾ അതിനുവേണ്ടി? നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കി. 1 കോടി രൂപ ബാങ്ക് ബാലൻസ് വേണം, ആ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു? അല്ലെ, എക്സാക്ട്ലി അനീത, എക്സാക്ട്ലി. ഡെയിലി മൈക്രോസ്കോപ്പിക് മീൻസ് ഇത് കോമ്പൗണ്ടിങ് പവർ ഭയങ്കരമാണ്. അതായത് ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ജെയിംസ് ക്ലിയറിന്റെ പുസ്തകമാണ്. അതെന്ന് പറയുന്നൊരു കാര്യമാണ്,
നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളിപ്പോ ഡെയിലി ഒരു 1% വെച്ചിട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ നോക്കിയാൽ പോലും ഒരു 1-2 ആഴ്ച കൊണ്ട് ഇത് കോമ്പൗണ്ട് ചെയ്യും. നമ്മൾ പുറത്തു നിന്ന് 1% ഇമ്പ്രൂവ്മെന്റ് ഉള്ളൂ. പക്ഷെ ഇത് കോമ്പൗണ്ട്, ഇതിന്റെ അക്യുമുലേറ്റീവ് എഫക്ട് എന്ന് പറയുമ്പോൾ ഇതിന് 10-50 ഇരട്ടിയായിരിക്കും. അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. മാത്സ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് എന്താണെന്നുള്ളത്. സോ ആക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുക, അല്ലെ? ആക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുക. എക്സാക്ട്ലി ഈ 4 സ്റ്റെപ്സ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനകത്ത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തത്. എക്സാം സക്സസ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം PSC നടന്ന ഏറ്റവും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒന്നാണ് ജയിൽ സൂപ്പർ പരീക്ഷ. വേക്കൻസി കുറവാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ 2, 3, 5 വർഷം കൂടുമ്പോഴാണ് പരീക്ഷ വിളിക്കുന്നത്. അത്യാവശ്യം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, കുറെ ഘട്ടം, 4-5 ഘട്ടം ഉണ്ട്. ഈ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്ന ഞാൻ ആ പരീക്ഷ ഞാൻ ക്രാക്ക് ചെയ്തു. എനിക്ക് ജയിൽ സൂപ്പറിന്റെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെയാണ് ഞാൻ അത് ക്രാക്ക് ചെയ്തത്? വലിയ ബുദ്ധിജീവി ആയതുകൊണ്ടല്ല. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റോ ചെയ്ത് ഞാൻ ചോദിക്കും, ഞാൻ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? അപ്പൊ മനസ്സിലായി, നീ പോയിരുന്ന് പഠിക്കണം. ഇന്ന ബുക്കുണ്ട്, ആ ബുക്ക് നിന്ന് ഇന്ന പോയിന്റ് ചോദിക്കാൻ അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. ആ ബുക്ക് നിന്ന് ഇന്ന പോയിന്റ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലേക്ക് ഒരു ഉൾവിളി കിട്ടും. നമ്മൾ ആ പോയിരുന്ന പുസ്തകം വായിക്കും. അല്ലെങ്കിൽ ഈ PDF-നകത്ത് ഈ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഇത് ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷന് ചോദ്യം വരും, എക്കണോമിക്സിന് ചോദ്യം വരും, ജോഗ്രഫിന് ചോദ്യം വരും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇൻറ്റ്യൂഷൻ വരും. ആ ഇൻറ്റ്യൂഷൻ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് കിട്ടും. നിങ്ങൾക്ക് അതിന്റെ കോമഡി മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സെയിം ടൈം ഈ പറഞ്ഞ പോലെ മണി മാനിഫെസ്റ്റേഷൻ കേസ് പറഞ്ഞു. ഈ നമ്മൾ ഒരു ഗോൾ, ഞാൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ എന്താണ്, നമ്മൾ PSC എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, സിവിൽ സർവീസിന്റെ സ്റ്റൈലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ് കൊടുക്കുന്ന പോലെ സിവിൽ സർവീസ് സ്റ്റൈലിലായിരുന്നു. അപ്പൊ അത് കണ്ട് വർഷങ്ങളായി PSC പഴയ പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ എന്നെ നിരന്തരമായിട്ട് വിമർശിച്ചു, ഇങ്ങനൊന്നുമല്ല പഠിക്കേണ്ടത്, ഇങ്ങനൊന്നുമല്ല പഠിപ്പിക്കേണ്ടത് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? കൺവിക്ഷനോട് കൂടി ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു. ഒരു പരീക്ഷ കഴിഞ്ഞപ്പോഴത്തെ എന്റെ കുട്ടികളൊക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് കയറി. ഇത് കണ്ടപ്പോ വിമർശിച്ചിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു? അവരുടെ കാര്യം മനസ്സിലായി. അപ്പൊ ഇതാണ് മാനിഫെസ്റ്റേഷന്റെ പവർ എന്ന് പറയുന്നത്. എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് അവിടെ ഇട്ടിട്ട് പോയേനെ. ആ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഞങ്ങൾ തീർത്തത്. നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, പ്രോസസ്സിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടല്ലോ. ഇത് താൽക്കാലികമാണ്, ഇവന്റിന് ആൾക്കാർ കാര്യം മനസ്സിലാവുമെന്ന് ഞങ്ങളും തിരിച്ചറിഞ്ഞു. അപ്പൊ ഞങ്ങളെ ഒട്ടും പിന്നോട്ട് പോയില്ല, ആ രീതിയിൽ തന്നെ പഠിപ്പിച്ചു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഹൈ റിസൾട്ട് ആയിരുന്നു. ആ റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ തിരിച്ചറിഞ്ഞു. പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു സക്സസ് ആയിട്ട് മാറി. സോ ഇവിടെയൊക്കെ പണിയെടുത്തിരുന്നു, നന്നായിട്ട് തന്നെ പണിയെടുത്തിരുന്നു. അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ്. പക്ഷെ എന്നെക്കാട്ടി പണിയെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, അതെനിക്കറിയാം. എന്നെക്കാട്ടി വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ സക്സസ്ഫുൾ ആയിട്ടില്ല. വൈ? അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഹൈലൈറ്റ്. ഇത് ചെയ്ത് നമ്മുടെ ഭാഗ്യം കൂടും. ലക്ക് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് കൂടും. ഞാനും ഈ പറഞ്ഞ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ചെയ്ത് എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. 5000 രൂപ എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. eBayയുടെ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ ലൈഫിൽ വേണ്ട, നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവം ബിൽഡ് ചെയ്യണം. അവിടെ നിന്നുള്ള പണം നമുക്ക് സമ്പാദിക്കണം. ആൾക്കാരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കണം. അപ്പൊ അതാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചാനലിലേക്ക് പോയത്, ആ ഒരു രീതിയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി എനിക്ക് ട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം വിത്ത് പ്രൂഫ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതെല്ലാം പോയി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റോടെ കിടപ്പുണ്ട്, മറ്റു കാര്യങ്ങൾ എല്ലാം കിടപ്പുണ്ട്. എല്ലാം നിങ്ങൾ കൊണ്ടുപോയി ക്രോസ് ചെക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്, അല്ലെ? ഇപ്പം കമന്റ് സെക്ഷനിലുള്ള ആൾക്കാരുടെ കമന്റ് ആണ് പറയാം, നമ്മുടെ സ്റ്റുഡൻസ് ആണ് അവര് അക്കാഡമിയിലെ. യെസ്, റൈറ്റ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. പണിയെടുക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. ഇവിടുത്തെ എന്റെ ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം മൺസൂൺ ബമ്പർ ലോട്ടറി റിസൾട്ട് വന്നല്ലോ. അന്ന് എന്നെ മിനിമം 7 ആൾക്കാരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവര് ലോട്ടറി അടിക്കാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്. അവർ ലോട്ടറി എടുത്തു, ലോട്ടറി അടിച്ചില്ല, അതിന്റെ വിഷമത്തിലാണ് അവർ ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്. വാട്ട് ഇസ് ദിസ്? എങ്ങോട്ട് ഇത് പോകുന്നത്? ഈ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചിങ് എങ്ങോട്ട് വന്നത്? അവരാണെങ്കിൽ പലയിടത്തും പോയി ലോട്ടറി മാനിഫെസ്റ്റേഷൻ പ്രത്യേക കോഴ്സ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാർ. ഇത് എന്ത് തേങ്ങയാണിത്? വാട്ട് ഇസ് ദിസ്? ഇപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക് പോകരുത്. നിങ്ങൾക്ക് 1 കോടി രൂപ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ആക്കണം. എവിടെ നിന്ന് ആ പൈസ കിട്ടിയാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ലോട്ടറിയിൽ കൂടെ മാത്രമേ പൈസ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്ത മാറണം. എവിടെ നിന്ന് പണം കിട്ടിയാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായല്ലോ? എവിടെ നിന്ന് പണം കിട്ടിയാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നേരായ മാർഗത്തിൽ എത്തിക്കലായിരിക്കണം. ആരും ചോദിക്കുന്ന പൈസ അത്ര ശ്രദ്ധിച്ചാൽ മതി. ലോട്ടറിയിൽ കൂടെ മാത്രമേ നമ്മുടെ മനസ്സ് നാരോ ആയി പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാച്ചിലേക്ക് ഞാൻ ഒരിക്കലും ഫാൾസ് പ്രോമിസോട് കാര്യം കൊണ്ടുവരാറില്ല. ഇതെടുത്ത് എനിക്ക് ലോട്ടറി അടിക്കും അല്ലെങ്കിൽ അങ്ങനല്ല. നിങ്ങൾക്ക് സമ്പന്നനാവണം, ഓക്കെ, അതിനുള്ള മാർഗങ്ങളുണ്ട്. ലോട്ടറി അടിപ്പിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എനിക്കും അറിയത്തില്ല. കാര്യം നമുക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ലൈഫിൽ ചെയ്യുന്നത്, അല്ലെ?
എക്സാക്ട്ലി എക്സാക്ട്ലി. ഇനി നമ്മൾ ഇതിന്റെ ഒരു കുറച്ച് സീക്രട്ട് ടെക്നിക്സിലേക്ക് പോവാണ്. എല്ലാവരും ഇവിടെ കട്ടൊക്കെ നിൽക്കണേ. ഈ ടെക്നിക്ക് ഒന്ന് ചെയ്തിട്ട് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യും. അതിനുശേഷം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ലോ ഓഫ് എംബോഡിമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ലോ ഓഫ് എംബോഡിമെന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സെൽഫ് എംബോഡിമെന്റ് എന്ന് പറയുന്ന ഒരു സീക്രട്ട് ടെക്നിക്ക് ഉണ്ട്. ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടല്ലോ, ഗോൾ ഒന്ന് നിങ്ങളുടെ ഗോൾസ് ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങളുടെ ഗോൾസ് എനിക്കൊന്ന് കമന്റ് ചെയ്യാവോ? അത് വെച്ച് ഞാൻ എക്സാമ്പിൾസ് വെച്ചത് പറഞ്ഞുതരാം. ഈ പേര് കേൾക്കുമ്പോൾ എംബോഡിമെന്റ് നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഭയങ്കര കട്ടി സാധനമാണെന്ന് തോന്നും, പക്ഷെ വളരെ എളുപ്പമാണ്. ജോബ്, ഓക്കെ, IAS ഓഫീസർ ജോബ്, CA വെരി ഗുഡ്, പ്രോഫിറ്റബിൾ ട്രേഡർ ജോബ്, PSC ജയിക്കണം, ഹെൽത്ത് നല്ല ഹെൽത്ത് വേണം, ക്ലിയർ ബാക്ക്, JRF ഇൻ ഇംഗ്ലീഷ് വെരി ഗുഡ്, ദുബായ് എയർപോർട്ട് SPCID ട്രേഡർ, ഓക്കെ, എല്ലാ ബിസിനസ് മാൻ, ഒരു MNC ചോദിക്കണം വെരി ഗുഡ് വെരി ഗുഡ്, നീറ്റ് PG ക്രാക്ക് ചെയ്യണം അല്ലെ, LDC വെരി ഗുഡ്, ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ഗുഡ്. യെസ്. അപ്പൊ എല്ലാവരുടെയും ഗോളിന്റെ അവസാനം ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ വരുന്നത്. യെസ്. നിങ്ങൾ ഇനി മുതൽ ഞാൻ പറഞ്ഞ എക്സസൈസ് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പ്രോബ്ലത്തിനെ നോക്കി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ നോക്കി കാണുമ്പോൾ നിങ്ങൾ കുറെ ഓവർ തിങ്ക് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ? കുറെ ഓവർ തിങ്ക് ചെയ്യുകയും അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലല്ലേ? അപ്പോ വളരെ വെറൈറ്റി കളരി പഠിക്കണം എന്ന് ഒരാൾ മെസ്സേജ്, വെരി ഗുഡ്. യെസ്. ഞാൻ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഈ ഫ്യൂച്ചർ സെൽഫ് എംബോഡിമെന്റ്, ലോ ഓഫ് എംബോഡിമെന്റ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുമ്പോഴോ നിങ്ങൾ ഇപ്പോഴാരാണോ ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ ഫ്യൂച്ചർ സെൽഫ് ഉണ്ടല്ലോ, ഭാവിയിൽ നിങ്ങൾ ആയി തീരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അയാളുടെ മനസ്സിൽ കൂടെ, അയാളുടെ പരിപ്രേക്ഷ്യം, പെർസ്പെക്റ്റീവ്, വ്യൂ പോയിന്റിൽ കൂടെ ആ പ്രശ്നം നോക്കിക്കാണും. ഇപ്പൊ നിങ്ങളെ ഒരാൾ പോയി, ഇപ്പൊ നിങ്ങളൊരു വലിയൊരു ബിസിനസ്മാൻ ആവുക എന്നുള്ളതാണ് അല്ലെ? ഈ സമയത്ത് ഒരാൾ നിങ്ങളെ നോക്കി പുച്ഛിക്കുന്നു, നിങ്ങളെ നോക്കി കളിയാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി കുറ്റം പറയുന്നു. ഇന്നത്തെ നിങ്ങൾക്ക് അതൊരു പക്ഷെ ഇമ്പാക്ട് ചെയ്യുമായിരിക്കും, നിങ്ങൾക്ക് വിഷമം വരുമായിരിക്കും, ചിലപ്പോൾ അയാളെ തിരിച്ചു പറയാൻ പോകുമായിരിക്കും, പല പല പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഹൈലി അച്ചീവ്ഡ് ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ, അയാൾ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും നോക്കി കാണുക? മൈൻഡ് ചെയ്യോ? അയാൾ അതിന് അറ്റൻഷൻ കൊടുക്കുമോ? നിങ്ങൾ ബില്യനെയർ വ്യക്തി, നിങ്ങൾ IAS കാരനായി, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ഓഫീസറായി, നിങ്ങൾ പിന്നെ അയാളെ വക വയ്ക്കും? അയാൾ എടാ, ഈ മോഹൻലാലിനെ കുറ്റം പറയുന്ന ആൾക്കാരെയൊക്കെ ആലോചന വിഷമിക്കുന്ന മോഹൻലാൽ എന്ത് ചെയ്യും? ഫുൾ ടൈം വിഷമിച്ചിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ആരാണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ഒരു പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണോ ആ രീതിയോടെ നിങ്ങൾ നോക്കിക്കാണാം. മനസ്സിലായാലോ? അതാണ് ലോ ഓഫ് എംബോഡിമെന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സെൽഫ് എംബോഡിമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയിലൂടെ, ആ ഒരു വ്യക്തിയുടെ ധൈര്യത്തിലും ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലും കൂടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഡിസിഷൻ എടുക്കാൻ. ഞാൻ പറയാം, നിങ്ങൾ ടോക്സിക് റിലേഷനിലേക്ക് ഒരിക്കലും പോകരുത്. നിങ്ങൾ ലൈഫിൽ യഥാർത്ഥ ലവ് അല്ലെങ്കിൽ യഥാർത്ഥ കെയറിങ്, യഥാർത്ഥ ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോ നിലവിൽ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ എന്റർടൈൻ ചെയ്യും? ഒരിക്കലില്ല. കളഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ അയാൾ അത് ഓടിത്തള്ളും, അല്ലെങ്കിൽ എക്സിനെ പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകത്തില്ല. അതാണ് നമുക്ക് വേണ്ടുന്നൊരു കാര്യം. അപ്പൊ ആ ഒരു എംബോഡിമെന്റ് പ്രിൻസിപ്പിൾ നിങ്ങൾ ലൈഫിൽ എപ്പോഴും കൊണ്ടുവരണം. ഇത് പ്രാക്ടിക്കലി ആണ് എവിടെ ചെയ്യാൻ പറ്റുന്ന അറിയോ? ഇപ്പൊ നിങ്ങൾ ഒരു സംഭവത്തിനെ പറ്റി ആരും ടെൻഷൻ അടിക്കുന്നു, അയ്യോ എന്ത് ചെയ്യുമല്ലേ, അല്ലെങ്കിൽ ആരോ എന്തോ അവരാണെങ്കിൽ നമുക്ക് ചിരിച്ചില്ല, കാണുമ്പോൾ വിഷമം, ശരി, മറ്റേ ആൾ ഇതിനെ മൈൻഡ് ചെയ്യും. ഇപ്പൊ നിങ്ങളെ നോക്കി ഒരാളെ ചിരിച്ചില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വിഷമമായിരിക്കും. ഫ്യൂച്ചറിൽ നിങ്ങളെ സംബന്ധിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ കൂടെ നിങ്ങൾ ഈ കാര്യത്തെ നോക്കിക്കാണണം. ഇത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് മാനേജ്മെന്റ് സമയത്താണ്. നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. IAS-നും IPS-നും KS-നും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മുടെ ബാച്ചിലുണ്ട്. അവർക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ പേടിയാണ്, എക്സാം എഴുതാൻ പേടിയാണ്, സ്ട്രെസ് കൂടും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഭാവി നിങ്ങളുടെ IAS ഓഫീസറായി കഴിയുമ്പോൾ ഒരു എൻറ്റയർ ഡിസ്ട്രിക്റ്റിന്റെ ലോ ആൻഡ് ഓർഡർ മാനേജ്മെന്റ് നിങ്ങളുടെ ഉള്ളം കയ്യിലായിരിക്കുന്നത്. ആ വ്യക്തി ചിന്തിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ 2 മണിക്കൂർ പോയിരുന്ന എക്സാം എഴുതുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആണോ? ആ വ്യക്തി ഡെയിലി ബേസിസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, റെസ്പോൺസിബിലിറ്റീസ്, അദ്ദേഹം ഡെയിലി ബേസിസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 മണിക്കൂർ ഏതോ ഒരു എക്സാം ഹോളിൽ പോയിരുന്ന ഏതോ ഒരു പേപ്പർ എടുത്ത് എഴുതുന്നത് അതൊരു വലിയ സംഭവമാണോ?
അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും കമ്പയർ ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പൊ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ബാച്ച് ഞങ്ങളുടെ ഭയങ്കര റിസൾട്ട് ആണ് ഞങ്ങൾക്ക്. 150 പേര് ഞങ്ങളുടെ ബാച്ച് ചെയ്യുന്ന പഞ്ചായത്ത് സെക്രട്ടറി ഗസറ്റഡ് ഓഫീസേഴ്സ് ആയി. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ ടെൻഷൻ അടിക്കുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആയി കഴിയുമ്പോൾ ഒരു എൻറ്റയർ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങളായിരിക്കും, ബ്യൂറോക്രാറ്റ്സുകളായിരിക്കും. ഭാവിയിൽ IAS വരെ കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റാണ്. അപ്പൊ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു സംഭവം വലിയ പ്രശ്നമുള്ളതാണ്. ഇന്നത്തെ നിങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ ആയിരിക്കും പരീക്ഷ എഴുതുന്നത്, പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുള്ളൊരു കാര്യമാണോ? യെസ്, പാർവതി നമ്മുടെ LSTD ബാച്ചിൽ ഉണ്ടായിരുന്ന വിഷയമാണ്. എക്സാക്ട്ലി ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഓൾവേസ് തിങ്ക് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് പേഴ്സൺ whom you want to become. നിങ്ങൾ ആരാവാനാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. അത് ഞാൻ പറയുന്നത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ആക്ഷനും ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് മറ്റേ എക്സാമ്പിൾ പറയാം, ഒരാൾക്ക് 1 കോടി രൂപ ബാങ്ക് അക്കൗണ്ട് വേണം അല്ലെ? അപ്പൊ ആ വ്യക്തി ഇന്ന് എന്ത് ചെയ്യും? 1 കോടി രൂപ ഭാവിയിൽ ഏൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, കഴിവുള്ള, നേരായ മാർഗത്തിലുള്ള അത്രയും പണം സമ്പാദിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇന്ന് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒരു ബിസിനസ് പ്ലാൻ ഇടും, അല്ലെങ്കിൽ പണം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്ലാൻ ഇടും, അല്ലെങ്കിൽ അവർക്കൊരു സ്കില്ലുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്തിട്ട് അത് മോണിറ്റൈസ് ചെയ്യും. നല്ല രീതിയിൽ പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ അതിനെ ഇംപ്രൂവൈസ് ചെയ്ത് അതിനെ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മനസ്സിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെയാണ് ഹൈലൈറ്റ് എല്ലാം പറഞ്ഞത്. അപ്പൊ ഇത് ഞാൻ കുറെ കാര്യങ്ങൾ ഇതിന്റെ നട്ട്ഷെല്ലിലാണ് പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. അവിടെ സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, ഓവർ തിങ്കിങ്ങിനെയൊക്കെ നമ്മൾ കരിച്ചു കളയും. ഒന്നും ടെൻഷൻ, നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ് ഉള്ള വ്യക്തിയാണ്, നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുള്ള വ്യക്തിയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അരിയിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരു ക്ലാസ് മിസ് ചെയ്യരുത്. ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഒക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യണം, ഒന്നും ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ ക്ലാസ്സുകൾ ഒന്നും മിസ് ചെയ്യില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ കുറച്ച് മണിക്കൂറുകൾ ഈ ഒരു ബാച്ചിനോട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, വലിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലുണ്ട്, ഒരു സംശയം വേണ്ട. സെറ്റാണല്ലോ? അപ്പൊ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനകത്ത് ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് ചോദിക്കാട്ടോ. എക്സാക്ട്ലി. ഒത്തിരി കമന്റ്സ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ക്ലാസ്സിന്റെ ഇമ്പാക്ട്? നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മൈൻഡ് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറെ കൂടെ പോസിറ്റീവ് ആയില്ലേ? യെസ്, അതാണ് നമുക്ക് ആ ഒരു പവർ, മനസ്സിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേരിടുക കേട്ടോ, എന്ത് നേരിടുക. യെസ് ആൻവി, യെസ് ആൻവിയുടെ ഒരു മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. യെസ്, മെത്തേഡ്, ക്ലെൻസിങ് മെത്തേഡ് എല്ലാം ചെയ്തല്ലേ? ഒത്തിരി സന്തോഷം. ആൻവിയുടെ മെസ്സേജ് എല്ലാവരും നിങ്ങൾ വായിച്ചു നോക്കണേ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം അയച്ച മെസ്സേജ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. യെസ്, റൈറ്റ്. അപ്പോ അടുത്ത ക്ലാസ് എല്ലാവരും കാണാം. നാളെ ക്ലാസ് ഉണ്ടാവുന്നതാണ്. കൂടുതൽ സ്ട്രോങ് ആയിട്ടും കൂടുതൽ ആവേശത്തോടു കൂടി നമുക്ക് പുതിയൊരു ലൈഫ് ബിൽഡ് ചെയ്യാം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം കേട്ടോ.